പ്രൊഡ്യൂസ് അസോസിയേഷൻ്റെ ഒരു ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നടന്ന സമയത്തുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡ്യൂസ് അസോസിയേഷനിലെ വൺ ഓഫ് ദ മെമ്പറായിട്ടുള്ള വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതേ കണക്ക് ഈ ഒരു മലയാളം ഇൻഡസ്ട്രിയിൽ 100 കോടിയോ 200 കോടിയോ ഒന്നും അടിക്കത്തില്ല, അങ്ങനെ അടിക്കുന്നുണ്ടെന്ന് പറയുമെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പച്ചക്കള്ളമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സുരേഷ് കുമാർ വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ന്യൂസ് വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു, ലാലേട്ടൻ്റെ ഒരു പടവും ഒന്നും തന്നെ 100 കോടിയൊന്നും അടിച്ചിട്ടില്ല, അതൊക്കെ ചുമ്മാതെ പറയുന്നതാണ്. അത് ഭയങ്കരമായിട്ട് ആൾക്കാർ ഇതിനെപ്പറ്റി കമൻസും കാര്യങ്ങളും ഇടുന്നുണ്ട്. ലാലേട്ടൻ്റെ ടീംസും മൊത്തം കള്ളം പറയുകയാണ്, അങ്ങനെ ഒരു പടം പോലും അടിച്ചിട്ടില്ല. മമ്മൂക്കയുടെ സിനിമയാണ് യഥാർത്ഥത്തിൽ, അദ്ദേഹം ഇതൊരു 50 കോടിയൊക്കെ അങ്ങനെ ആയിട്ടുള്ളൂ, അതുപോലും അത്രയൊക്കെ പറ്റത്തുള്ളൂ, അല്ലാതെ മോഹൻലാൽ പറയുന്ന കണക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെ ഫുള്ള് കള്ളമാണ്, ആൾക്കാരെ പറ്റിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഇതൊക്കെ സത്യമാണോ? അങ്ങനെ ലാലേട്ടൻ്റെ പടങ്ങളൊന്നും അടിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ലാലേട്ടൻ്റെ പടങ്ങളൊക്കെ സിനിമയൊക്കെ പറയുന്ന കണക്ക് തന്നെ അടിച്ചിട്ടുണ്ട്. അതിൽ കള്ളങ്ങളോ ഒന്നും തന്നെയില്ല. 100 കോടി 50 കോടി, ഇപ്പം എമ്പുരാൻ 200 കോടി വരെ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഇത്രയും വരാതെ ചുമ്മാ ഒരു പോസ്റ്റർ അടിച്ചിറക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരിക്കലും ഇറക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇറക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ ആരാണോ, ഇതൊക്കെ ചെയ്തിട്ടുള്ള ആരാണോ, ഇതേ കണക്ക് കള്ളത്തരമായിട്ടാണ് പറയുന്ന പോസ്റ്റർ അടിച്ചിറക്കുവാണെങ്കിൽ ഇതൊക്കെ ഇൻകം ടാക്സ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ ഇൻകം ടാക്സ് ഇഷ്യൂസും കാര്യങ്ങളും വന്ന് അവർ റെയ്ഡ് നടത്തും. ഇതിലൊന്നും ഇങ്ങനെ ഫേക്കായിട്ടുള്ള കാര്യങ്ങളാണ്, ഇത്രയൊന്നും സമ്പാദിച്ചിട്ടില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇത്രയൊന്നും കളക്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ചുമ്മാ ഫേക്കായിട്ട് തട്ടിവിട്ടാൽ പോലും അതുവരെ ഇഷ്യൂ ആകും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടാക്സ് അടയ്ക്കേണ്ട സമയമാകുമ്പോഴത്തേന് അത്രയ്ക്ക് പൈസ ഇവർ അടയ്ക്കേണ്ടി വരും ഈ ഒരു പ്രൊഡക്ഷൻകാർ. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോഴത്തേന് ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അങ്ങനത്തെ പറഞ്ഞു വിടാനോ അങ്ങനെയൊന്നും ചുമ്മാ 200 കോടി 100 കോടി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പം നോർമലായിട്ട് അതൊന്നും ആരും അങ്ങനെ ചെയ്യാറും പറ്റത്തില്ല. കാരണം അങ്ങനെ ചെയ്ത് അത്രയ്ക്ക് പൈസ ആരെങ്കിലും കൊടുക്കുമോ? ഒരിക്കലും ഇല്ല. ഇതൊക്കെ ചുമ്മാ ആൾക്കാർ ലാലേട്ടനോടുള്ള അസൂയ കൊണ്ടൊക്കെ പറയുന്നതാണ്. യഥാർത്ഥത്തിൽ ലാലേട്ടൻ്റെ പടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലാലേട്ടൻ പറയുന്ന കണക്ക് തന്നെ 100 കോടി എല്ലാം അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ 200 കോടി എമ്പുരാനും എത്തിയിട്ടുണ്ട്, അതിലൊരു മാറ്റമില്ല. പിന്നെ അതുപോലെ തന്നെ ലാലേട്ടൻ തന്നെ ഇപ്പം പടങ്ങൾ വർക്കായിട്ടില്ലെങ്കിൽ ലാലേട്ടൻ തന്നെ പറയാറുണ്ട് പടമൊന്നും വർക്കായിട്ടില്ല എന്നുള്ള കാര്യം, ഫെയിലിയർ തന്നെയാണ്. ഇപ്പം മലൈക്കോട്ടെ വാലിബൻ്റെ കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഉറപ്പായിട്ടും ലാലേട്ടനെ പറ്റി കുറേയധികം ആൾക്കാർ പറയുന്നത് നമുക്ക് സിനിമയൊന്നും ഒരു 100 കോടിയൊന്നും അടിച്ചിട്ടില്ല എന്ന് പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ്. അത് ചുമ്മാ ആൾക്കാർ ലാലേട്ടനോടുള്ള ദേഷ്യം കൊണ്ട് പറയുന്നതാണ്, അല്ലാതെ വേറെ ഒന്നും തന്നെയില്ല.